ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ട് ക്രിപ്റ്റോയ്ക്ക് അല്ലെ ബിറ്റ്കോയിന്. നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു സോണിൽ നിന്ന്, ഈ ഡിമാൻഡ് സോണിൽ നിന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു സോണിലെത്തിയൊന്ന് ചെറുതായിട്ട് റിയാക്ട് ചെയ്തതെന്നല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഒരു അഗ്രസീവ് മൊമെൻറ്റം ഓൾറെഡി ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഇവിടെ ചെറിയൊരു റിസ്ക് മാത്രമാണ്, നമ്മൾ സാധാരണ എടുക്കുന്നതിൻ്റെ ഒരു 10-11 റിസ്ക് മാത്രമാണ് നിലവിൽ ഈ ഒരു ട്രേഡ്സിന് എടുത്തിട്ടുള്ളത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ഇനിയും ഇത് മാർക്കറ്റ് ഓൾറെഡി ഇവിടുന്ന് കയറിപ്പോകും എന്നുള്ളൊരു വ്യൂ നമുക്ക് ഓൾറെഡി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇത് SL അടിക്കാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെറിയൊരു റിസ്ക് മാത്രം എടുത്തിരിക്കുന്നത്. ബിറ്റ്കോയിൻ നമ്മൾ ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ഇപ്പോൾ തന്നെ ബെയറിഷ് ആവും. നമ്മൾ ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമുകളിലല്ല, നമുക്ക് 1 hour മാത്രമാണ് ഒരു ഡിമാൻഡ് സോൺ നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അത് സ്ട്രോങ് അല്ല, 1 hour ഡിമാൻഡ് സോൺ വളരെ സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മൾ വീണ്ടും നമ്മുടെ വ്യൂ പഴയതുപോലെ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ മാർക്കറ്റ് 49,000 വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ബിറ്റ്കോയിൻ ഇപ്പം നിൽക്കുന്ന സോണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏകദേശം വീണ്ടും നമ്മൾ ഓൾറെഡി നമ്മുടെ വ്യൂ 49,000 ആയിരുന്നു. ഷോർട്ട് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സ്ട്രക്ചർ മാറിയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ ഓൾറെഡി നമ്മൾ ചെറുതായി ഷോർട്ട് ടൈം ഫ്രെയിമിൽ ബുള്ളിഷിലേക്ക് ഒന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മളത് മാറ്റുന്നു. വീണ്ടും നമ്മുടെ വ്യൂ 49,000 തന്നെ തിരിക്കുകയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ നമ്മൾ ഓൾറെഡി ഇനി നമ്മുടെ ട്രേഡ്സുകൾ ഓൾറെഡി ബെയറിഷ് ട്രേഡ്സുകളാകാനുള്ള പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ഒരു ട്രേഡ്സിൽ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ബൈ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ല, എന്നാൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. നമ്മുടെ ട്രേഡ് സെറ്റപ്പിനെ നമ്മൾ ഓൾറെഡി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ പക്ഷേ ഇതിൻ്റെ ഒരു വിന്നിങ് പ്രോബിലിറ്റി നമ്മൾ ഏകദേശം ഒരു 20% മാത്രമേ ഇപ്പോൾ നമ്മൾ ഇതിന് വിന്നിങ് പ്രോബിലിറ്റി കൽപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നഷ്ടം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സൊലാനോയിലും അതുപോലെ തന്നെ എത്തേറിയത്തിലും ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെയും. മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു അഗ്രസീവ്നെസ് തന്നിട്ടില്ല. ഇത് ബ്രേക്ക് ആവും എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ബ്രേക്ക് ഈവനിൽ ഇറങ്ങുന്നില്ല. സ്റ്റിൽ നമ്മൾ മാർക്കറ്റിൻ്റെ വ്യൂ ഓൾറെഡി ഇത് ഹോൾഡ് തന്നെ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡ് സെറ്റപ്പിൽ ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. സ്റ്റിൽ നമ്മൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ്. നമ്മളിത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 1:2 റിസ്ക് റിവാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ ട്രേഡ്സുകൾ ക്ലോസ് ചെയ്യാറുള്ളൂ. സൊലാനയിലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ 1:2 ഓൾറെഡി ഇത് ക്ലോസ് ചെയ്തിരുന്നു. മാർക്കറ്റ് ഈ ഒരു ടാപ്പിൽ നമ്മൾ ഓൾറെഡി ഈ ട്രേഡ്സ് എടുത്തിരുന്നു. നമുക്ക് ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴത്തേക്ക് 1:2 കിട്ടി. 1:2 കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ട്രേഡ് നമ്മൾ 1:2 ഈ ഒരു റേഞ്ചിൽ ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു. 1:2 കിട്ടിയപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെയും മാർക്കറ്റ് ബിറ്റ്കോയിൻ നമ്മുടെ ഈ ഒരു റേഞ്ചിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരും എന്നൊരു പ്രഡിക്ഷൻ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ടാർഗറ്റിലേക്ക് വെയിറ്റ് ചെയ്തില്ല. പകരം 1:2 എത്തിയപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തതാണ്. നിലവിൽ ഈ 2 ട്രേഡ്സാണ് നിലവിൽ നമുക്ക് ഹോൾഡിംഗ് ഉള്ളത്. എതേറിയത്തിൻ്റെ ഈ ഒരു ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റിലും അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ട്രേഡ് ചെറിയ ലോസിലുമാണ് ഓൾറെഡി നമുക്ക് റണ്ണിങ്. ഇതാണ് നിലവിലെ നമ്മുടെ വ്യൂ. ഈ ബിറ്റ്കോയിൻ ഏകദേശം എന്തായാലും നമുക്കത് ലോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ ലോസിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എതേറിയം നമ്മുടെ ട്രേഡ് ഓൾറെഡി ലോസിലേക്ക് പോകുന്നതാണ്. നിലവിൽ നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിലും ഇതും ലോസിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് സ്റ്റിൽ നമ്മൾ ഈ 2 ട്രേഡ്സും ഹോൾഡിംഗ് ആണ്. ഒന്ന് നമ്മുടെ ട്രേഡ് സെറ്റപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. അതുകൊണ്ട് നമ്മൾ ഈ 2 ട്രേഡും ഹോൾഡിംഗ് ആണ്. അല്ലെങ്കിൽ മിനിമം നമുക്ക് 1:2 എങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് നിലവിലെ ക്രിപ്റ്റോൻ്റെ വ്യൂ. ഓൾറെഡി നമ്മൾ ഇനിയും ബെയറിഷ് മോഡിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ബെയറിഷിനായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ ഇനിയും 49,000 അപ്പം നമ്മൾ ആ ഒരു ട്രേഡ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് ബെസ്റ്റ് എൻട്രി കിട്ടിയാൽ നമ്മൾ ഷോർട്ട് എൻട്രി ഇനിയും നോക്കുന്നതാണ്. അതും ഈ ഒരു ട്രേഡ് റണ്ണിങ് നിൽക്കുമ്പോൾ നമ്മൾ ഷോർട്ട് നോക്കത്തില്ല. നിലവിൽ ഈ ഒരു ട്രേഡ് ക്ലോസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ്സ് നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ വല്ലതും സംഭവിച്ചത് പ്രോഫിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. സ്റ്റിൽ നമുക്കത് നെക്സ്റ്റ് വീണ്ടും കാണാം. ബൈ ഓൾ.